എൻ്റെ പേര് പറയൂസ് എന്നാണ്. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ കൈപിടിച്ച് നടത്തി. അത് ഞാൻ പറഞ്ഞതല്ല. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 32 അധ്യായം അസ്ഥികളുടെ താഴ്വര. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് എൻ്റെ മകന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല 2-3 വർഷമായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നതിൻ്റെ കാരണം അവർ തമ്മിലുള്ള ബ്ലഡ് ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മാസം തന്നെ 2020 ഞാൻ പ്രാർത്ഥിച്ചു. ആ മാസം മാർച്ച് മാസം തന്നെ അവൾ ഗർഭിണിയാകുകയും കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വളരുകയും ചെയ്തു. പക്ഷേ 7-ാം മാസമായി കഴിഞ്ഞപ്പോൾ റിനു മെഡിസിറ്റിയിൽ ചെന്ന് അതേ ഡോക്ടറുടെ അടുക്കത്ത് തന്നെ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ആ കുഞ്ഞിന് അംഗവൈകല്യമുണ്ടെന്ന്. ഞാൻ വേഗം തന്നെ പരിശുദ്ധ അമ്മയുടെ പുസ്തകം എടുത്ത് വായിക്കുകയും വലിയ വായിൽ നിലവിളിക്കുകയും കരയുകയും ചെയ്തു. അമ്മേ, ഒരു കുഞ്ഞിക്കാല് കാണാൻ ഈ പ്രായമായ സമയത്തും എന്നെ അനുവദിക്കില്ല, ഞങ്ങളുടെ കുടുംബങ്ങളെ ഇങ്ങനെ അന്യം നിന്ന് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? ഉടനെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു വിട്ടു, അമൃതയിൽ ചെന്ന് സ്രവം എടുത്ത് പരിശോധിക്കുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ അമൃതയിലോട്ട് പോയി സ്രവം എടുത്ത് പരിശോധിക്കാൻ ഞങ്ങളുടനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 32 അധ്യായം അസ്ഥികളുടെ താഴ്വര. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 32 അധ്യായം അസ്ഥികളുടെ താഴ്വര. കർത്താവിൻ്റെ കരങ്ങൾ ആത്മാവ് നിൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് എന്നെ കൈപിടിച്ച് നടത്തി. ആ താഴ്വരയിലൂടെ ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവൻ വയ്ക്കുമോ? ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങേക്കറിയാമല്ലോ. എന്നാൽ നീ അസ്ഥികളോട് പ്രവചിക്കുക, അസ്ഥികളെ ഇങ്ങനെ ജീവൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രവചിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കിരുകിരാ ശബ്ദമുണ്ടായി, അസ്ഥികൾക്ക് ജീവൻ വച്ചു എന്നാണ് പറയുന്നത്. ഈ വാക്യം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളെ വിളിച്ച് പറഞ്ഞു, മക്കളെ, ആ കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത്, ആ കുഞ്ഞിൻ്റെ സ്രവം എടുത്ത് പരിശോധിക്കരുത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ കുഞ്ഞാണ്. അമ്മ നമ്മൾക്ക് നൽകിയ കുഞ്ഞിനെ പരിശോധിക്കരുത്. നീ വേണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. 2020 ഡിസംബർ 29-ാം തീയതി ആ കുഞ്ഞ് ഒരു നല്ലൊരു മോളെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞ് ഇന്ന് 1.5 വയസ്സായി. ആ കുഞ്ഞ് എൻ്റെ കൈ പിടിച്ച് ഇപ്പോൾ ആ കുഞ്ഞ് നടക്കുന്നു സന്തോഷത്തോടു കൂടി. രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകൾക്ക് ഫിക്സായിരുന്നു. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഫിക്സ്. ആ ഫിക്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 20 വർഷം നീണ്ടു നിന്ന് 35 വയസ്സായി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ജോസഫ് അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ യൂട്യൂബിലൂടെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദൂരെ താമസിക്കുന്ന മകൾക്ക് ഫിക്സ് ഉണ്ട്. ആ മകളുടെ ഫിക്സ് മാറുന്നതിന് വേണ്ടിയിട്ട് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക, അമ്മയോട് പ്രാർത്ഥിക്കുക എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് 2-3 മണിക്കൂർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഹരിയാനയിൽ കിടക്കുന്ന ആ മകളുടെ ചെവിയിൽ കൂടി എന്തോ ഒരു ദ്രാവകവസ്തു പോകുന്നതായിട്ടാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തലവേദനയും കാര്യങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, പപ്പ, എൻ്റെ ഫിക്സ് മാറി എന്നാണ് തോന്നുന്നത്, എനിക്കിപ്പോൾ ഉണ്ടായിട്ടില്ല. എന്നാൽ 2-3 മാസം കൂടെ കഴിയട്ടെ, എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ് 2-3 മാസം കഴിഞ്ഞും അതുണ്ടായില്ല, സംഭവിച്ചില്ല. അങ്ങനെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, ആ ഒരു അസുഖം എൻ്റെ കുഞ്ഞിനുണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ കടബാധയിലൂടെ നീങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. ആ കടം തീർക്കാനായിട്ട് എൻ്റെ വസ്തു വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അതുപോലെ തന്നെ ആ 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി പത്രവും കാര്യങ്ങളെല്ലാം കൊണ്ട് പള്ളികളിൽ കൂടെ കൊണ്ട് നടക്കുകയും ആൾക്കാർക്കെല്ലാം അത് വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കുടുംബ പ്രാർത്ഥന മുടക്കാതെ കണ്ട് മക്കൾ 2 പേരും അപ്പുറം ഇപ്പുറയും മകളെയും മരുമകനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ 2 പേരും നടുക്ക് നിന്നുകൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലൂടെ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് എപ്പോഴും നന്ദി പറയുന്നു. കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. മരിയൻ ഉടമ്പടി ചെയ്യേണ്ടത് ആവശ്യകതയും അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്
നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. മരിയൻ ഉടമ്പടി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 5-ാം തിരുവചനം, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പരിചാരകരോട് പറയുന്ന അമ്മ. ആ അമ്മ പറഞ്ഞ കേട്ട ഈശോ പറയും, ആ 6 കാലിയായിരിക്കുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ. അങ്ങനെ ഈശോ അത് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു. സമയമാകാതിരുന്നിട്ടും സമയമാകാൻ ഇടവരുത്തുന്ന അമ്മയുടെ മുമ്പിൽ ആ മകൻ തിരുക്കുമാരൻ അത് ചെയ്യുന്നു. അത് ആ അത്ഭുതം ചെയ്യാൻ മകൻ തയ്യാറാവുന്നു. ഇവിടെ ഈ അപ്പച്ചൻ ഉടമ്പടി എടുക്കുന്നത് 15/6/2020 അതിനുശേഷം പുതുക്കുന്നത് ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല. പക്ഷേ അപ്പച്ചൻ ഈ എടുത്ത നാൾ മുതൽ ഈ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടായിരുന്നു. പുതുക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഇത് എത്രമാത്രം നന്നായി ചെയ്യാൻ സാധിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിലും അത് വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മരുമകൾക്ക് വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. കുഞ്ഞുങ്ങളുണ്ടായാൽ തന്നെ അബോർഷനായി, ഉദരത്തിൽ വെച്ച് തന്നെ അബോർഷനായിട്ട് പോവുകയാണ്. അങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അവസാനം ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി മരുമകൾ ഗർഭിണിയാകുന്നു. 7-ാം മാസത്തിൽ ഇവർ ടെസ്റ്റ് നടത്തി. അത് റെനു മെഡിസിറ്റിയിൽ വെച്ച് ഇത് ടെസ്റ്റ് നടത്തുന്നു. അപ്പോൾ പറയുന്നു കുഞ്ഞിന് അംഗവൈകല്യമാണ്. മാതാവിനോട് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കുകയാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെടണം. പക്ഷേ അവിടെ പറഞ്ഞത്, ആ ഡോക്ടേഴ്സ് പറഞ്ഞത് അമൃതയിൽ കൊണ്ടുപോയി അതിനൊരു ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റ് നടത്താനായിട്ട് അത് നടത്തിയേ പറ്റുള്ളൂ. അത് നടത്തി അറിയാൻ പറ്റും എന്താണ് കാര്യമെന്ന്. പക്ഷേ ഈ അപ്പച്ചൻ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കിട്ടിയ വചനഭാഗം എസെക്കിയേലിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായമാണ്. അത് അസ്ഥിയുടെ താഴ്വാരയിൽ നിന്നാണ്. ആ ഹെഡിങ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അസ്ഥിയുടെ താഴ്വാരത്തിലേക്ക് പോകുന്ന പ്രവാചകനും പ്രവചിക്കാൻ പറയുന്നതും അങ്ങനെ ജീവനുണ്ടാകുന്നതുമാണ് അതിനകത്ത് കണ്ട സംഭവം. പക്ഷേ ഈ അപ്പച്ചൻ പറഞ്ഞ് എനിക്ക് ഏറ്റവും ആകർഷണം തോന്നിയത് മകനോട് പറയുന്നതാണ്. മകൻ്റെ അമ്മ തന്നതാണ്, അതുകൊണ്ട് മകൾ ആ കുഞ്ഞിനെ തുടരുത്. അബ്രാഹത്തിനോട് മാലാഖമെന്ന് പറയുന്നൊരു വാക്കുണ്ട്, കുഞ്ഞിനെ തുടരുത് എന്ന് പറയുന്നത് പോലെ. കുഞ്ഞിനെ കൊല്ലാനായിട്ട് അനുസരണയുള്ളവരെ ദൈവം എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിനൊരു അടയാളമാണ്, ഒരു സാക്ഷ്യമാണ്. അമ്മ മാതാവ് തന്ന കുഞ്ഞാണ്, അതുകൊണ്ട് അതിന് ഒരു ടെസ്റ്റ് നടത്തണ്ട എന്ന് അപ്പച്ചൻ പൂർണ്ണ ബോധ്യത്തോടെ വിശ്വാസത്തോടെയാണ് പറയുന്നത്. വിശ്വസ്തയോടെ നിൽക്കുന്നവരുടെ കൂടെ അമ്മയും മാതാവും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു സ്കാനിങ് നടത്തി. യാതൊരു കുഴപ്പവുമില്ല, ഒരു അംഗവൈകല്യത്തിൻ്റെ ലക്ഷണവും ആ കുഞ്ഞിനില്ല. 2020 ഡിസംബർ 9 നല്ല കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 15-ാം വയസ്സിലുണ്ടായിരുന്ന മകളുടെ അപസ്മാരം, ദൂരത്തായിരിക്കുന്ന മകൾ വളരെ വിഷമതയോടുകൂടി വിളിച്ചു പറയുന്നു. അതും ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 20 വർഷത്തോളമായി ഇതിനുവേണ്ടി ചെയ്യാവുന്ന ചികിത്സകളൊന്നുമില്ല, എല്ലാം ചെയ്തു, പക്ഷേ മാറുന്നില്ല. അവസാനം വളരെ നിരാശയുടെ അവസ്ഥയിലും ഈ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ അച്ഛൻ്റെ ടോക്കിൽ ആരാധനാ സമയത്ത് ദൂരെയുള്ള ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തലയിൽ നിന്ന് ഒരു വേദന പോലെ, അല്ലെങ്കിൽ തലകറങ്ങുന്നൊരവസ്ഥ, എന്തൊക്കെയോ പുറത്തേക്ക് പോകുന്നൊരവസ്ഥ. പിന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്തു, 1.5 മാസം വെയിറ്റ് ചെയ്തു. 2.5 വർഷമായിട്ടും അപസ്മാരം ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നീട് കടബാധ്യത മാറാനുള്ളൊരു 10 ലക്ഷത്തോളം രൂപ കടബാധ്യതയുണ്ട്. അത് മാറാനായിട്ട് വീട് സ്ഥലവും കച്ചവടം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷെ അതും ഉടമ്പടിയിൽ വെച്ച്, ഈ മരിയൻ ഉടമ്പടിയിൽ വെച്ച് 2-3 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, മാതാവ് ഈശോയെ നമ്മളെ സംരക്ഷിക്കും. ഒരുവൻ വിശ്വസ്തയോടെ ചെയ്യുന്നു എന്ന് കണ്ടാൽ അവനെ സംരക്ഷിക്കും. 2, എത്ര വലിയ കീറാമുട്ടിയായ പ്രശ്നങ്ങളാണെങ്കിലും അതിവേഗം അതിന് ഉത്തരം നൽകും. 3, നമ്മളെ കൃപയിൽ നയിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അത്രമാത്രം അനുഗ്രഹപ്രദമായ ഒരു അനുഭവം ഈ അപ്പച്ചനും കുടുംബത്തിനും ചെയ്തു കൊടുത്ത അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.